നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. കേരള ക്രിക്കറ്റ് ലീഗിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കേരള ക്രിക്കറ്റ് ലീഗ് അഥവാ KCL ഇന്ന് കേരളത്തിലെ ഏറെ ജനപ്രിയമായ ഒരു ക്രിക്കറ്റ് ലീഗാണ്. ഒന്നിനൊന്നിനും മികച്ച മത്സരങ്ങൾ, മികച്ച കളിക്കാർ. ഇതിനൊക്കെ പുറമെ ഒരു പ്രാദേശിക ലീഗ് ടെലിവിഷനിൽ ലൈവ് സംപ്രേഷണം, അതായത് തത്സമയ സംപ്രേഷണം നടക്കുകയാണ്. ഇതോടുകൂടി ഏറ്റവും പ്രാദേശികമായ കളിക്കാർ വരെ പാൻ കേരളയായിട്ട്, കേരളത്തിലൊട്ടാകെ അറിയപ്പെടുന്ന കളിക്കാരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് അവരെല്ലാം കേരളം ഒട്ടാകെ അറിയപ്പെടുന്ന കളിക്കാരായി മാറും. നല്ല കളി കാഴ്ചവെച്ചാൽ, നന്നായി പെർഫോം ചെയ്താൽ എല്ലാവരും അറിയുകയും എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കേരള ക്രിക്കറ്റ് ലീഗ് കാരണം ഉണ്ടായിട്ടുണ്ട്. ഇത് കേരളത്തിൽ മാത്രമല്ല കേട്ടോ, ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും, മിക്ക സംസ്ഥാനങ്ങളിലും ഇങ്ങനത്തെ ലീഗുകൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം ലൈവ് സംപ്രേഷണങ്ങൾ, ഈവൻ സ്റ്റാർ സ്പോർട്സ് പോലെയുള്ള വലിയ എന്താ പറയുക, സ്പോർട്സിലെ വലിയ ഭീമൻ ചാനലുകൾ വരെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ ഇന്ത്യയിൽ മൊത്തം നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് കേരളത്തിലും ഇപ്പോൾ വളരെ സജീവമായിട്ടുണ്ട്. അത് കേരളത്തിൽ ക്രിക്കറ്റിൻ്റെ വേരോട്ടം ശക്തിപ്പെടുത്തുന്നതാണ്. അത് വളരെ അധികം ജനപ്രിയത, നേരത്തെ തന്നെ ക്രിക്കറ്റ് വളരെ ജനപ്രിയമായ ഒരു ഗെയിമാണ്. അതിൻ്റെ ജനപ്രിയത വളരെയധികം കൂട്ടുന്ന രീതിയിലുള്ള ഒരു സംഘാടനം KCLൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. വളരെ പ്രൊഫഷണലായിട്ടാണ് കേരള ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിക്കപ്പെടുന്നത്. നല്ല പ്രതിഫലം, കളിക്കാർക്കെല്ലാം സാമാന്യം തെറ്റില്ലാത്ത നല്ല പ്രതിഫലം ലഭിക്കുന്നു. രഞ്ജി ട്രോഫിയിലൊക്കെ ശ്രദ്ധേയരായ കളിക്കാർക്കെല്ലാം ഇത്തരം ക്രിക്കറ്റ് ലീഗുകളിൽ അവസരം ലഭിക്കുന്നു. ഇത് ചെറിയ കാര്യമല്ല. ഇവരൊക്കെ ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നവരായി മാറിയേക്കാം. അതിന് KCL ഒരു കാരണമായേക്കാം. അതുപോലെ ജനപ്രിയതയുണ്ട് ഈ ലീഗിന് കേരളത്തിൽ. അത് വളരെ വേഗം, അതിവേഗം ഏറ്റവും മികച്ച ലീഗായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ലീഗ് തന്നെ ഒന്ന് നോക്കൂ. സഞ്ജു സാംസനെ പോലെ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന താരങ്ങളാണ് ഇവിടെ അടിച്ച് തകർക്കുകയാണ്. സഞ്ജു സെഞ്ചുറി അടിച്ചു, അർദ്ധ സെഞ്ചുറികൾ അടിച്ചു, അതിഗംഭീരമായി പെർഫോം ചെയ്തു. അപ്പോൾ സഞ്ജു ഒക്കെ കളിക്കുമ്പോൾ എന്താ അതിലൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ചെറിയ കുട്ടികളൊക്കെ അത് ശ്രദ്ധിക്കുകയും സഞ്ജുവിന് വലിയ ആരാധകരുള്ള കേരളത്തിൽ സഞ്ജുവിൻ്റെ ഈ രീതിയിലുള്ള പ്രാദേശിക ക്രിക്കറ്റ് ലീഗിലെ കളി അത് വലിയ രീതിയിൽ കുട്ടികളെ അടക്കം സ്വാധീനിക്കുമെന്നതിൽ സംശയമില്ല. ആ അർത്ഥത്തിൽ കേരള ക്രിക്കറ്റ് ലീഗ് ഒരു സൂപ്പർ ഹിറ്റ് ലീഗായിട്ട് മാറുകയാണ്. സഞ്ജു മാത്രമല്ല, സഞ്ജുവിൻ്റെ സഹോദരൻ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല യുവതാരങ്ങൾ കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സൽമാൻ നിസാർ, കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന് വേണ്ടി കളിക്കുന്ന സൽമാൻ നിസാർ ഈ കഴിഞ്ഞ കേരള ക്രിക്കറ്റ് ലീഗിൽ തിരുവനന്തപുരത്തിനെതിരായ ഒരു കളിയിൽ അവസാനത്തെ 2 ഓവറിൽ 11 സിക്സാണ് സൽമാൻ നിസാർ അടിച്ചത്. അതായത് അവസാനത്തെ 12 പന്തിൽ 11 സിക്സ്. അതിൽ ഒരു ഓവർ നമ്മുടെ മുൻ ഇന്ത്യൻ താരമായ ബേസിൽ തമ്പി വളരെ പ്രശസ്തനാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ശ്രീശാന്തിനൊക്കെ ശേഷം ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഒരു കളിക്കാരനാണ് ബേസിൽ തമ്പി. ആ ബേസിൽ തമ്പിയുടെ ഓവറിലാണ് 5 സിക്സർ അടിച്ചത്. അത് 19ാമത്തെ ഓവറായിരുന്നു. 20ാമത്തെ ഓവറിൽ അഭിജിത്ത് പ്രവീൺ എന്ന ഒരു യുവതാരത്തിൻ്റെ ഓവറിൽ 6 സിക്സ് അടിച്ചു. അങ്ങനെ 11 സിക്സറും ഒരു എക്സ്ട്രയും അടക്കം 2 ഓവറിൽ വന്ന 67 റണ്ണാണ്. അതിവേഗം 115 റണ്ണിൽ നിന്ന് 186ലേക്ക് ഗ്ലോബ് സ്റ്റേഴ്സിൻ്റെ സ്കോർ മാറുകയും ഗ്ലോബ് സ്റ്റേഴ്സ് ആ കളി ജയിക്കുകയും ചെയ്തു. അപ്പോൾ സൽമാൻ നിസാറിനെ നമുക്ക് നേരത്തെ തന്നെ അറിയാം. കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകർക്ക് വളരെ പരിചിതനാണ് സൽമാൻ നിസാർ. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ രഞ്ജി ട്രോഫിയിൽ കേരളം ഫൈനലിൽ എത്തിയതോടുകൂടി ചരിത്രപരമായ ഒരു നേട്ടം ഉണ്ടാക്കിയതിന് പിന്നിൽ സൽമാൻ നിസാറിൻ്റെ പങ്ക് വളരെ വലുതാണ്. സൽമാൻ നിസാറിൻ്റെ വളരെ ക്രിട്ടിക്കലായ, വളരെ നിർണായകമായ ചില ഇന്നിങ്സുകളാണ് കേരളം രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ ആദ്യമായിട്ട് എത്തുന്നതിന് കാരണമായത്. അവസാന വാലറ്റത്തെ കൂട്ടുപിടിച്ച്, ബാറ്റിംഗ് ഓർഡറിൽ ഏറ്റവും താഴെയുള്ള ആളുകളൊക്കെ കൂട്ടുപിടിച്ച് സൽമാൻ നിസാർ ഒന്നിലധികം തവണ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളാണ് കേരള ടീമിനെ രഞ്ജി ട്രോഫി ഫൈനലിൽ എത്തിച്ചത്. ആ നിലയിൽ സൽമാൻ നിസാർ വളരെ പ്രതിഭയുള്ള കളിക്കാരനാണ്. ഇന്ത്യക്ക് വേണ്ടി വരെ കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കളിക്കാരനാണ്. ആ നിലയിൽ ഇന്ത്യയുടെ ജേഴ്സി അണിയും എന്ന് മലയാളി ആരാധകർ പ്രതീക്ഷിക്കുന്ന ഒരു താരമാണ് സൽമാൻ നിസാർ.
ആ സൽമാൻ നിസാറൊക്കെ ഈ നിലയിൽ കേരള ക്രിക്കറ്റ് ലീഗ് കളിക്കുമ്പോൾ ആ ലീഗിൻ്റെ ജനപ്രിയത ഏത് ലെവലിലെത്തുന്നു നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ നല്ല പ്രതിഫലം കിട്ടുന്നുണ്ട്, നല്ല പ്രൊഫഷണലായിട്ട് കളി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ മൊത്തം കേരള ക്രിക്കറ്റ് ലീഗിൽ 6 ടീമുകളാണുള്ളത്. അത് കോഴിക്കോട്, തൃശ്ശൂർ, കൊച്ചി, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, ഇങ്ങനെ 6 ടീമുകളാണ് ഉള്ളത്. 6 സ്ഥലങ്ങളെ, 6 നഗരങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള, 6 നഗരങ്ങളെ പ്രാതിനിധ്യമുള്ള 6 ടീമുകളാണ് ഉള്ളത്. ഇതിൻ്റെ എല്ലാം കോച്ചിങ് സൈഡിൽ പരിശീലകരായാലും മറ്റ് സാങ്കേതിക തലത്തിലുള്ളവരായാലും ഫിറ്റ്നസ് ട്രെയിനർമാരായാലും ഒക്കെ പലരും അന്താരാഷ്ട്ര തലത്തിൽ മിടുക്കുള്ള ആളുകളാണ്, അന്താരാഷ്ട്ര നിലവാരമുള്ളവരാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ പ്രൊഫഷണലായിട്ടാണ് ഈ ലീഗ് കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഈ ലീഗിൽ കളിക്കാൻ കഴിയുന്ന ഓരോ കളിക്കാരനും അത് വലിയ രീതിയിൽ അവരുടെ കരിയറിൽ മെച്ചം ഉണ്ടാക്കും എന്നതിൽ തർക്കമേ വേണ്ട. കാരണം ഇത്തരത്തിലുള്ള ട്രെയിനേഴ്സിൻ്റെ കൂടിയും പരിശീലകരുടെ കൂടിയും അവരുടെ കീഴിലും അവരിൽ നിന്ന് തന്ത്രങ്ങൾ പഠിച്ചെടുത്തും കളിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ പറ്റും. അപ്പോൾ ആ നിലയിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സഞ്ജു സാംസണൊക്കെ വന്ന് കളിക്കുമ്പോൾ സച്ചിൻ ബേബിയെ പോലെ കേരളത്തിൽ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ വലിയ ഫാൻ ബേസുള്ള സച്ചിൻ ബേബിയൊക്കെ കളിക്കുമ്പോൾ ആ കളിയുടെ ജനപ്രിയത വളരെയധികം കൂടും, ആ ലീഗിൻ്റെ ജനപ്രിയത വളരെയധികം കൂടും. അപ്പോൾ ആ അർത്ഥത്തിൽ കേരള ക്രിക്കറ്റ് ലീഗ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഗായിട്ട് മാറുകയാണ്. അത് ഇനിയും ഭാവിയിൽ ഒട്ടേറെ പേർക്ക് വലിയ സ്വാധീനം ചെലുത്തുന്ന രീതിയിലേക്ക് മാറുമെന്നതിൽ തർക്കമേ വേണ്ട. എത്രയോ ആളുകൾക്ക് ഈ ലീഗ് വഴി എത്രയോ പ്രതിഭകൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുകയാണ്, അവരുടെ പ്രതിഭ ഷോക്കേസ് ചെയ്യാനുള്ള അവസരം കിട്ടുകയാണ്. ഇത് കാണാൻ സ്റ്റേഡിയത്തിൽ ആളുകൾ വരുന്നു, അതിനു പുറമെ എവിടെ ഇരുന്നും ആളുകൾക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും ഈ കളി കാണാൻ പാകത്തിൽ തത്സമയ സംപ്രേഷണം ടെലിവിഷൻ ചാനലുകളിൽ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഗുണം ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലുള്ള മലയാളികൾക്ക് വരെ ഇവിടുത്തെ ഏറ്റവും പ്രാദേശിക തലത്തിൽ കളിക്കുന്ന ഏത് കളിക്കാരനെയും മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്, അവരുടെ പ്രതിഭ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതൊരു ചെറിയ കാര്യമല്ല. അത് പണ്ട് 90കളിലോ 2000-ലോ 2010-കളിലോ ഒന്നും ആർക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ്. അന്നത്തെ ക്രിക്കറ്റ് പ്രതിഭകൾക്കൊന്നും പലരും ഇപ്പോൾ പ്രാദേശിക തലത്തിൽ കളിക്കുന്ന കളിക്കാരൊന്നും ആരും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ കളിക്കാരുണ്ടോ എന്ന് പോലും ആളുകൾക്ക് അറിയുമായിരുന്നില്ല. ഇന്ന് അതല്ല സ്ഥിതി. ഇപ്പോൾ ഇന്ത്യയിലെ പല ലീഗുകളും നോക്കുമ്പോൾ വാഷിങ്ടൺ സുന്ദറിനെയൊക്കെ പോലുള്ള കളിക്കാർ, ഇന്ത്യയുടെ പ്രീമിയം ഓൾറൗണ്ടറായിട്ട് മാറിയ വാഷിങ്ടൺ സുന്ദറിനെ പോലുള്ള കളിക്കാരൊക്കെ തമിഴ്നാട്ടിലെ ഇങ്ങനത്തെ പല ലീഗുകളിലൂടെയാണ് വന്നത്. ഇപ്പോൾ നടരാജൻ ഇന്ത്യയിൽ തന്നെ വളരെ മികവുള്ള ഒരു പേസ് ബൗളറായി മാറിയ നടരാജനൊക്കെ വന്നത് ഇങ്ങനത്തെ ലീഗുകളിലൂടെയാണ്. ഇവരൊക്കെ ശ്രദ്ധിക്കപ്പെട്ടതും ഇങ്ങനത്തെ ലൈവ് സംപ്രേഷണത്തിലൂടെയും മറ്റും ഒക്കെയാണ്. അപ്പോൾ ഈ ലീഗുകൾക്ക് വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകാൻ കഴിയും. അത് ആ വഴിക്ക് തന്നെയാണ് KCL പോകുന്നത്, കേരള ക്രിക്കറ്റ് ലീഗും ആ വഴിക്ക് തന്നെയാണ് പോകുന്നത്. കേരള ക്രിക്കറ്റ് ലീഗ് തീർച്ചയായിട്ടും കേരളത്തിലെ ക്രിക്കറ്റിൻ്റെ ജനപ്രിയതയിൽ കൂടുതൽ വർധനവുണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. കേരള ക്രിക്കറ്റ് ലീഗ് കേരളത്തിലെ ക്രിക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നായിട്ട്, ഫേസുകളിലൊന്നായിട്ട് മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.